മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഉൾപ്പെടെ എൽഡിഎഫ് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും പത്രിക നൽകി. കണ്ണൂരിലെത്തിയാണ് പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം പത്രിക നൽകിയത്. കണ്ണൂരിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും ശനിയാഴ്ചയാണ് പത്രിക സമർപ്പിച്ചത്. കണ്ണൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കണ്ണൂരിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് കടന്നപ്പള്ളി പറഞ്ഞു. മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും കടന്നപ്പള്ളി. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ചെറുതും വലുതുമായി ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അവർ തന്നെ പരിഹരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം സുനിശ്ചിതമാക്കുവാനും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ ബദൽ സംവിധാനം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയണമെന്നുള്ള ആ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്ന ഈ 2 തവണ ജയിച്ചപ്പോഴും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വീണ്ടും ജയിച്ചാൽ അതും അതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലൂടെ കണ്ണൂരിനെ കേരളത്തിലെ ഏറ്റവും വലിയ വികസനോന്മുഖമായ ഒരു മണ്ഡലമാക്കി മാറ്റാൻ കഴിയും എന്ന വിശ്വാസമാണ് ഇതിനാധാരമായി. അഴീക്കോട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. മട്ടന്നൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി കെ സനോജ് LSGD ജോയിന്റ് ഡയറക്ടർ മുമ്പാകെയും പത്രിക സമർപ്പിച്ചു. കൂത്തുപറമ്പ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി പി കെ പ്രവീൺ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ EPR വേശാല, ബാബു ഗോപിനാഥ്, LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, PP ദിവാകരൻ, KK ജയപ്രകാശ്, KP പ്രശാന്തൻ, രാകേഷ് മന്ദംബേത്ത്, വെള്ളോറ രാജൻ, T അജയകുമാർ, മുഹമ്മദ് അസ്ലം പിലാക്കുൽ, മുഹമ്മദ് പറക്കാട്ട്, PC അശോകൻ, P ഹരീന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.